നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നഗരസഭാ തലവന്മാർ അധികാരമേറ്റു. കരഘോഷങ്ങൾക്കിടയിൽ കാസർഗോഡ് ബി ഫാത്തിമ ഇബ്രാഹിം സത്യപ്രതിജ്ഞ ചെയ്തു. നികുതി വെട്ടിപ്പുകാർക്കെതിരെ നടപടിയെടുക്കാൻ മോദി സർക്കാരിനാവുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മോദി നിലകൊള്ളുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും VS. ഭരണതലപ്പത്ത് ബാപ്പയും മകളും, അപൂർവത പകർന്ന് ചെങ്കളയും ചമ്മനാടും. അപകടാവസ്ഥയിലായ വൈദ്യുതി തൂൺ മാറ്റി, ഭീതിയൊഴിഞ്ഞ് തുമിനാട്. KCN ഇംപാക്ട്. ഒരു മണ്ഡലകാലം കൂടി കടന്നെത്തി, ഇനി ശരണവിളിയുടെ നാളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ബി ഫാത്തിമ ഇബ്രാഹിം കാസർഗോഡ് നഗരസഭയുടെ ചെയർപേഴ്സണായി അധികാരമേറ്റു. ബി ഫാത്തിമയ്ക്ക് 21 വോട്ടായിരുന്നു ലഭിച്ചത്. ലീഗ് വിമതൻ റാഷിദ് പൂരണം UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ഫാത്തിമ ഇബ്രാഹിം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബി ഫാത്തിമ ഇബ്രാഹിമിന് 21 വോട്ടും BJPയിലെ സബിത ടീച്ചർക്ക് 14 വോട്ടുകളുമാണ് ലഭിച്ചത്. മുസ്ലിം ലീഗ് വിമതനായി വിജയിച്ച റാഷിദ് പൂരണത്തിന്റെ വോട്ട് ബി ഫാത്തിമയ്ക്കായിരുന്നു. ഇടത് INL അംഗങ്ങൾ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. ബി ഫാത്തിമയുടെ പേര് LA മഹ്മൂദ് ആച്ചിയാണ് നിർദ്ദേശിച്ചത്. KM അബ്ദുറഹ്മാൻ പിന്താങ്ങി. സബിത ടീച്ചറുടെ പേര് ശ്രീധര ടീച്ചർ നിർദ്ദേശിക്കുകയും സന്ധ്യ ഷെട്ടി പിന്താങ്ങുകയും ചെയ്തു. നഗരസഭയിലെ 12ാം വാർഡിൽ നിന്നാണ് ബി ഫാത്തിമ ഇബ്രാഹിം തെരഞ്ഞെടുക്കപ്പെട്ടത്. 1995 മുതൽ ഇവർ നഗരസഭയിൽ അംഗമായി തുടരുന്നു. തയ്യൽ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ, വനിതാ ലീഗ് സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത് 2ാം തവണയാണ് ബി ഫാത്തിമ ഇബ്രാഹിം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്നത്. 2005 മുതൽ 2010 വരെ ബി ഫാത്തിമ ഈ സ്ഥാനം വഹിച്ചിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ LA മഹ്മൂദ് ആച്ചിയെ തെരഞ്ഞെടുത്തു. നികുതി വെട്ടിപ്പുകാർക്കെതിരെ നടപടിയെടുക്കാൻ മോദി സർക്കാരിന് ആവുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. പള്ളിപ്പുഴയിൽ നിർമ്മിച്ച CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ കണക്കിൽപ്പെടാത്ത സമ്പാദ്യം പിടിച്ചെടുക്കുമെന്ന മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം നടപ്പിലാക്കാനായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായക സ്വാധീനം ചെലുത്താനാവുന്ന സർക്കാരിന് മാത്രമേ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് ശേഷം മാസം 1 കഴിഞ്ഞു, മാസം 6 കഴിഞ്ഞു, കൊല്ലം 1 കഴിഞ്ഞു. മൻമോഹൻ സിംഗിനെ പോലെ തന്നെ അനുയായികളും പ്രാദേശിക പ്രവർത്തകന്മാരും മൻമോഹൻ സിംഗിനെ പോലെ തന്നെ നരേന്ദ്രമോദിയെയും ഉപദേശിച്ചു, സാർ, നമ്മളിത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പണം നമുക്ക് തോന്നിയതുപോലെ വിനിയോഗിച്ചാൽ നാളെ നമ്മളും ഉണ്ടാകാതെ വരും, അതുകൊണ്ട് നടപ്പിലാക്കരുത്. അങ്ങനെ 2ാമത്തെ പ്രഖ്യാപനം വിഴുങ്ങിയ ആളാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി. CPIMന്റെ പള്ളിപ്പുഴ ബ്രാഞ്ച് കമ്മിറ്റിക്കായി നിർമ്മിച്ച AKG മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA, CPIM ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണതലപ്പത്തേക്ക് ബാപ്പയും മകളും. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കളക്ടർ അബ്ദുൽ ഖാദർ ചുമതലയേൽക്കുമ്പോൾ ചെങ്കളയിൽ ആ സൗഭാഗ്യം മകൾ ഷാഹിനയ്ക്കാണ്. പിതാവും മകളും ഇനി 2 ഗ്രാമങ്ങളുടെ തലവന്മാരായി മാറുകയാണ്. ചമ്മനാട്ട് പിതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തുമ്പോൾ ചെങ്കളയിൽ ആ ഭാഗ്യം തുണച്ചത് മകൾക്കായിരുന്നു. മുസ്ലിം ലീഗിലെ കളക്ടർ അബ്ദുൽ ഖാദറിനും മകൾ ഷാഹിനിക്കുമാണ് അപൂർവ നേട്ടം കൈവന്നിരിക്കുന്നത്. കളക്ടർ അബ്ദുൽ ഖാദറിനെ ചമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായി നേരത്തെ പാർട്ടി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ചെങ്കളയിൽ ഷാഹിനിക്ക് പുറമെ മറ്റു പേരുകളും ഉയർന്നു വന്നതിനാൽ ഷാഹിനിയുടെ പ്രസിഡന്റ് പദം അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ ഒടുവിൽ ഷാഹിനിയെ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. MBA വിദ്യാർത്ഥിനിയായ ഷാഹിന നാരമ്പാടിയിൽ നിന്നാണ് വിജയിച്ചത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ച ഷാഹിന ചെറുക്കളയിലെ കരാറുകാരൻ സലീമിന്റെ ഭാര്യയാണ്. അപകടാവസ്ഥയിലായ തുമിനാട്ടെ വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിച്ചു. ഭീതി വിളിച്ചോതുന്ന വൈദ്യുതി തൂണിനെ കുറിച്ച് KCN വാർത്ത നൽകിയിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതരെത്തി തൂണ് മാറ്റി സ്ഥാപിച്ചത്.
മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽപ്പെടുന്ന മൗലാന റോഡിലെ ഫാറൂഖ് പള്ളിക്ക് സമീപം വൈദ്യുതി തൂണ് അപകടത്തിലായ വാർത്ത KCN ചാനൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി തവണ KSEB അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന വാർത്തയെ തുടർന്ന് ബുധനാഴ്ച KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പണി ഉടൻ തുടങ്ങുമെന്നറിയിച്ചു. അതുപ്രകാരം ബുധനാഴ്ച തന്നെ 7ഓളം തൊഴിലാളികൾ വന്ന് പുതിയ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചു. രാവിലെ 10 മണിക്ക് തന്നെ വന്ന് പോസ്റ്റ് സ്ഥാപിക്കുന്ന അടക്കമുള്ള ജോലികൾ ചെയ്യാൻ തയ്യാറായത് KCN ചാനലിൻ്റെ ഇടപെടൽ മൂലമാണ്. ഞങ്ങളുടെ മഞ്ചേശ്വരം ബ്യൂറോ ചീഫ് റഹ്മാൻ ഉദ്യാവാരെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തൊട്ടടുത്ത് മദ്രസ പ്രവർത്തിക്കുന്നത് കൊണ്ട് 100ഓളം കുട്ടികളാണ് അനുദിനം ഇതുവഴി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന സ്ഥിതിവിശേഷമുണ്ടായതുകൊണ്ടാണ് KCN ഇക്കാര്യത്തിൽ ഇടപെട്ടത്. എന്തായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകാൻ കഴിഞ്ഞതിൽ നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ്. പോലീസ് ഡോഗ് മീറ്റിൽ കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിലെ ടിഫി വെള്ളി മെഡൽ നേടി. ബോംബ് പരിശോധനയിലാണ് ടിഫിക്ക് അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാനായത്. പരിശീലനം പൂർത്തിയാക്കി ആദ്യ 2 മാസത്തിനുള്ളിൽ തന്നെ ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിലെ ടിഫിക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. 1.25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ടിഫി പരിശീലനം പൂർത്തിയാക്കി ആദ്യ നിയമനം ലഭിച്ച ശേഷം നടന്ന 58ാമത് മീറ്റിൽ വെങ്കല മെഡൽ നേടുകയായിരുന്നു. 2014-15 വർഷം തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്ന് ടിഫിക്ക് പരിശീലനം ലഭിച്ച ശേഷമാണ് കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിൽ എത്തിയത്. ഇപ്പോൾ ടിഫിക്ക് 2 വയസ്സ് പ്രായമുണ്ട്. കാസർഗോഡ് പോലീസ് ഡോഗ് സ്ക്വാഡിൽ എത്തിച്ച ടിഫിയെ 2 പോലീസുകാരാണ് പരിശീലിപ്പിച്ചു വരുന്നത്. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പോലീസ് ഡോഗ് മീറ്റിൽ വെള്ളി മെഡലും ടിഫി നേടിയിരുന്നു. സർവജ്ഞ പീഠാരോഹണം നടത്തുന്ന വിശ്വതീർത്ഥ സ്വാമികൾക്ക് നവംബർ 21 സ്വീകരണം നൽകും. കണ്ണുതീർത്ഥ മഠത്തിലാണ് പരിപാടി ഒരുക്കിയിട്ടുള്ളത്. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവജ്ഞ പീഠാരോഹണം നടത്തുന്ന വിശ്വതീർത്ഥ സ്വാമികൾക്ക് നവംബർ 21 ശനിയാഴ്ച സ്വീകരണം നൽകും. ഉച്ചക്ക് 2 മണിക്കാണ് പരിപാടി. കണ്ണുതീർത്ഥ, മഞ്ചേശ്വരം, തലപ്പാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തർ കണ്ണുതീർത്ഥ മഠത്തിലെത്തിയാണ് സ്വീകരണം നൽകുന്നത്. മുഖ്യാതിഥികളായി ബാലകൃഷ്ണ ഭട്ട്, വിനയ നായിക് എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉടുപ്പി പേജാവര മഠത്തിൽ നിന്ന് 2016 ജനുവരി 18 വിശ്വതീർത്ഥ സ്വാമികൾ 5ാമത്തെ പ്രാവശ്യം സർവജ്ഞ പീഠാരോഹണം നടത്തുന്നത്. ಕಣ್ಣುತೀರ್ಥ ತಲಪಾಡಿ ಇದರ ವತಿಯಿಂದ ಪೇಜಾವರ ಸ್ವಾಮಿಗಳ ಮಠದಲ್ಲಿ ವಿಶ್ವತೀರ್ಥ ಸ್ವಾಮೀಜಿಯವರು ಸಾಧಾರಣ 18/1/2016 ಉಡುಪಿಯ ಶ್ರೀಕೃಷ್ಣ ಸನ್ನಿಧಾನದಲ್ಲಿ ದಾಖಲೆ 5ನೇ ಬಾರಿಗೆ ಸರ್ವಜ್ಞ ಪೀಠಾರೋಹಣ ಮಾಡಲಿದ್ದಾರೆ. ಮುಂದೆ 17/1/2018 2 ವರ್ಷಗಳ ಪರ್ಯಾಯವು ಉಡುಪಿಯ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಐತಿಹಾಸಿಕ ಪರ್ಯಾಯವಾಗಿ ಮೂಡಿಬರಲಿದೆ. വാർത്താ സമ്മേളനത്തിൽ ഗോപാല ഷെട്ടി അരിബൈലു, ആനന്ദ മാസ്റ്റർ, മധുസൂദന ആചാര്യ, മഞ്ജുള ഭണ്ഡാരി, സുകുമാര ഷെട്ടി, ഉമേഷ് ഉപാധ്യായ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല സമാപനം വെള്ളിയാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് നടത്തിയ പ്രബന്ധ പ്രസംഗ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. 62ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല സമാപനം നവംബർ 20 വെള്ളിയാഴ്ച ജില്ലാ സഹകരണ ബാങ്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിക്കും. സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രബന്ധ പ്രസംഗ മത്സര വിജയികൾക്ക് ഉദുമ MLA K കുഞ്ഞിരാമൻ പുരസ്കാരം നൽകും. സാമ്പത്തിക ഉൾപ്പെടുത്തലും സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. കാസർഗോഡ് വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഓരോ വിഷയങ്ങളെ അന്വേഷിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ ഓരോ സഹകരണ സംഘടനകളും നടന്നുകയാണ്. 20-ാം തീയതി ജില്ലാതല സമാപനം കാസർഗോഡ് ജില്ലാ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ബഹുമാന്യനായിട്ടുള്ള കാസർഗോഡ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P ദിവാകരൻ, ജോയിന്റ് ഡയറക്ടർ ER രാധാമണി, ജില്ലാ ബാങ്ക് ജനറൽ മാനേജർ A അനിൽകുമാർ, PM മുഹമ്മദ് ബഷീർ, KR ജയനന്ദ, DN രാധാകൃഷ്ണൻ, PK വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഭൂരിപക്ഷ സമുദായ മുന്നണികളുടെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര 23 കാസർഗോഡ് നിന്ന് തുടങ്ങും. കാഞ്ഞങ്ങാട് സ്വീകരണം നൽകുന്നതിനായുള്ള സംഘാടക സമിതി യോഗം കാഞ്ഞങ്ങാട് റെസ്റ്റ് ഹൗസിൽ നടന്നു. ഇൻസ്പെക്ടിംഗ് ഓഫീസർ TP ലാലു ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന 23-ാം തീയതി കൃത്യം 3 മണിക്ക് തന്നെ SNDP യോഗത്തിന് അധ്യക്ഷനായ നേതാവും നമ്മുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി നയിക്കുന്ന
സമത്വ മുന്നേറ്റ യാത്ര നമുക്കറിയാം. നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാനാജാതിയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് അധ്യക്ഷനായ നേതാവ് നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര ഈ വരുന്ന 23-ന് 3 മണിക്ക് ആരംഭിക്കുകയാണ്. ഹോസ്തൃക് യൂണിയൻ സെക്രട്ടറി PV വേണുഗോപാൽ അധ്യക്ഷനായി. ജിതേഷ് ബംഗളം, K ജിതേഷ്, ബാബു വെള്ളിക്കോത്ത്, P ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ചയായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. AR ക്യാമ്പ് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പോലീസുകാരെ എല്ലാവരും തന്നെ അംഗമായിട്ടുള്ള പോലീസ് സഹകരണ സംഘം എന്ന നിലയിൽ കേരളത്തിന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക മേഖല എന്ന നിലയിൽ തന്നെയാണ് സഹകരണ സംഘത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ കഴിഞ്ഞ 20 വർഷം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച സഹകരണ സംഘത്തിന്റെ പോലീസ് സഹകരണ സംഘം കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളെ ആദ്യമായി ഹാർദമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. സുരേഷ് മുരിക്കോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ DYSP P തമ്പാനി, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ SI ഗംഗാധരൻ, SI ജെയിംസ്, SI വിശ്വനാഥൻ, P അബുബക്കർ എന്നിവരെയും അനുമോദിച്ചത്. വിവിധ വിഷയങ്ങളിൽ റാങ്ക് നേടിയ സംഘാംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മകൾ ശ്രീലക്ഷ്മി PV, മകൾ സ്നേഹ KV, അദ്ദേഹത്തിന്റെ മകൾ അമൃത, മധു BV, അദ്ദേഹത്തിന്റെ മകൻ ഗോവിന്ദൻ. കുഡ്ലു ചെറുവത്തൂർ ബാങ്ക് കവർച്ചകൾ അതിവേഗം തെളിയിച്ച ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസിയെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. പോലീസ് ഇൻസ്പെക്ടർ നീലേശ്വരം, പോലീസ് DYSP MP സുകുമാരൻ, DYSP ഹരിശ്ചന്ദ്ര നായക്, Y അശോകൻ, P തമ്പാൻ, K ദാമോദരൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TP സുമേഷ്, K സന്തോഷ് തുടങ്ങിയവരും സംസാരിച്ചു. വ്രതവിശുദ്ധിയുടെ പുണ്യം നിറയുന്ന മറ്റൊരു മണ്ഡലകാലം കൂടി കടന്നെത്തി. ഇനിയുള്ള 41 ദിവസങ്ങൾ മാലയണിയുന്ന ഭക്തർക്ക് കഠിന വ്രതത്തിൻ്റേത് കൂടിയാണ്. നാമജപങ്ങളും ശരണമന്ത്രങ്ങളും നിറയുന്ന മണ്ഡലകാലത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ശബരിമല ദർശനത്തിനായി തയ്യാറെടുക്കുന്ന അയ്യപ്പന്മാർക്കുള്ള മാലകളും കറുപ്പുമുണ്ടുകളും അയ്യപ്പ പൂജകൾക്കായുള്ള സാധനങ്ങളുമൊക്കെയായി പൂജാ സ്റ്റോറുകൾ എല്ലായിടത്തും സജീവമായി കഴിഞ്ഞു. 20 രൂപ മുതൽ മുകളിലോട്ടാണ് മാലകളുടെ വില. തുളസി, രക്തചന്ദന മാലകളാണ് അധികമായി വിറ്റുപോകുന്നത്. വ്യത്യസ്ത തരം രുദ്രാക്ഷമാലകളും വിപണിയിലുണ്ട്. 100 രൂപ മുതൽ 250 രൂപ വരെയാണ് കറുത്ത മുണ്ടുകളുടെ വില. ഭസ്മം, അവിൽ, മലർ, കർപ്പൂരം, ചന്ദനത്തിരി എന്നിവയ്ക്കെല്ലാം കടകളിൽ വ്യത്യസ്ത വിലകളാണ്. മണ്ഡലകാലം അടുത്തെത്തിയതോടെ അയ്യപ്പന്മാരെ ലക്ഷ്യമിട്ട് വിവിധ ട്രാവൽ ഏജൻസികളും രംഗത്തെത്തി കഴിഞ്ഞു. അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകൾ നടക്കും. പാലക്കും എഴുന്നള്ളത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഒരുക്കങ്ങളും സജീവമായി കഴിഞ്ഞു. പശ്ചാത്താപ കണ്ണീർ മുത്തണി മാലകളണിയുന്നു ഞങ്ങൾ, തെറ്റും പിഴയും ചെയ്തൊരു പാപികൾ കെട്ടുനിറയ്ക്കുന്നു. നാടിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചും ചർച്ചയിൽ പങ്കുകൊണ്ടും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്ത ജനസഭ ശ്രദ്ധേയമായി. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ പാലാന്തടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ചിറ്റാരിക്കാൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച ശാന്തമ്മ ഫിലിപ്പ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എളേരി ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രമ്മ ടീച്ചർ എന്നിവരും വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് അംഗവുമാണ് ജനസഭയിൽ പങ്കെടുത്തത്. തണൽ കലാകായിക വേദി പ്രസിഡന്റ് മുഹമ്മദ് ഷാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR ചാക്കോ ഉപഹാര സമർപ്പണം നടത്തി. അവരാലോചിക്കുകയും അതിൽ പരമാവധി മെമ്പർമാർ സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നതായിട്ട്
എനിക്കറിയില്ല. ഈ പഞ്ചായത്തിൽ തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇത് ആദ്യമായി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നിട്ടുണ്ട്, ഇവിടുന്ന് തന്നെ ജയിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയൊന്നും അന്ന് ആരും സംഘടിപ്പിച്ചില്ല. കെ ബാലകൃഷ്ണൻ മോഡറേറ്ററായ ചടങ്ങിൽ ജനപ്രതിനിധികൾ വികസന സങ്കല്പങ്ങൾ വിശദമാക്കി. ശ്രീജിത്ത് KP, ഇ രവി എന്നിവരും സംസാരിച്ചു. വിജിലൻസ് ഡയറക്ടറായി ശങ്കർ റെഡ്ഡിയുടെ നിയമനം നിലപാട് നോക്കി പ്രതികരിക്കുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് എടുക്കുന്ന നിലപാട് എന്താണെന്ന് നോക്കിയിട്ട് നിശ്ചയിക്കാം. നിങ്ങളീ പറഞ്ഞ പോലെ DGP പോസ്റ്റിലുള്ള ആളിനെ നിയമിക്കേണ്ട സ്ഥാനത്ത് ADGP-കാരനായിട്ടുള്ള ശങ്കർ റെഡ്ഡിയെ നിയമിച്ചിരിക്കുകയാണ്. അയാൾ ഇതേപോലുള്ള അഴിമതി പ്രശ്നങ്ങളിലെല്ലാം എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കി അതിന്മേൽ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും രൂപവൽക്കരിക്കുന്നതാണ്. പ്രായം ചെന്നവരെ പുറന്തള്ളുന്ന ലോകത്ത് സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശം പകർന്ന് ഒരു കൊച്ചു ചിത്രം. സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത കടലോളം എന്ന ചിത്രമാണ് സ്നേഹബന്ധങ്ങളുടെ പുതിയ കഥ പറയുന്നത്. കടൽ കാണിക്കാനെത്തി അച്ഛനെ കടലിൽ ഉപേക്ഷിച്ചു മടങ്ങുന്ന മകനിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. കടൽ തിരമാലകൾക്കിടയിൽ നിന്നും അത്ഭുതകരമായി അച്ഛൻ രക്ഷപ്പെടുന്നു. ഒടുവിൽ ആശുപത്രി കിടക്കയിലുള്ള തന്നെ കാണാൻ മകനെത്തുമ്പോൾ നിനക്കും കടൽ ഇഷ്ടപ്പെടുന്നൊരു മകൻ വളരുന്നുണ്ടെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ മോനില്ലേ നമ്മുടെ കണ്ണൻ, അവന് നിന്നെപ്പോലെ കടല് കാണാൻ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ? പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുന്ന മക്കളോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ഈ വാക്കുകൾ. വിനോദ് ആലന്തട്ട, EVC നീലേശ്വരം, ജിതിൻ കരിവള്ളൂർ, അരുൺ മാവിലാടം, മാസ്റ്റർ സഹഞ്ച് എന്നിവരാണ് അഭിനേതാക്കൾ. സാൽവിൻ, അഭിലാഷ് വടകര, കൃഷ്ണകുമാർ എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിച്ചത്. ഗാനരചനാ രംഗത്ത് ശ്രദ്ധേയമായ സന്തോഷ് പുതുക്കുന്നിന്റെ ആദ്യ ചിത്രമാണിത്. സോഷ്യൽ മീഡിയകളിലൂടെ നിരവധി പേർ ചിത്രം കണ്ടുകഴിഞ്ഞു. പാർട്ടി കോട്ടയായ കയ്യൂർ ചിമേനി പഞ്ചായത്തിലെ തിമിരി വാർഡിൽ CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് ലഘുലേഖ യുദ്ധം. സോഷ്യൽ മീഡിയകളിലും വിഷയം കത്തിപ്പടരുകയാണ്. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളുടെ പേരിൽ കഴിഞ്ഞ ദിവസം തിമിരിയിൽ പുറത്തിറങ്ങിയ ലഘുലേഖയ്ക്ക് ഇൻകുലാബിന്റെ മക്കളുടെ മറുപടി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒന്നിനു പിറകെ ഒന്നായി ലഘുലേഖകൾ പുറത്തിറങ്ങുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവിനും ചെമ്പ്രകാനം ബ്രാഞ്ച് സെക്രട്ടറിക്കുമെതിരെ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ലഘുലേഖ ഇറങ്ങിയിരുന്നു. ഇവർ ഒറ്റുകാർ, കുലംകുത്തികൾ, ഇവരെ ഉടൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്ന തലക്കെട്ടോടുകൂടിയാണ് ലഘുലേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് മറുപടിയായാണ് ഇൻകുലാബിന്റെ മക്കളുടെ പേരിൽ തിങ്കളാഴ്ച രാവിലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ നിരവധി ലഘുലേഖകൾ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങൾ കുലംകുത്തികളല്ല, യഥാർത്ഥ കുലംകുത്തികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന തലക്കെട്ടോടുകൂടിയ ലഘുലേഖയിൽ തങ്ങൾ കുലംകുത്തികളിലെന്നും ആദർശത്തിനു വേണ്ടി പോരാടുന്നവരും പ്രസ്ഥാനത്തോട് കൂറുള്ളവരുമാണെന്നും വ്യക്തമാക്കുന്നു. പണവും സ്വാധീനവും മസിൽ പവറും ഉപയോഗിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ജനാധിപത്യത്തിനു വേണ്ടി പോരാടുമെന്നും ഇതിൽ പറയുന്നു. നേരത്തെ തിമിരിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഘുലേഖായുദ്ധം ചെറുവത്തൂരിലേക്കും എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ കണ്ടത്. നിരവധി കടകളുടെ മുന്നിൽ ലഘുലേഖകൾ വിതറിയിരിക്കുന്നു. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി കയ്യൂർ ചിമേനിയുടെ ചുവന്ന മണ്ണിൽ പാർട്ടിയെ ഒറ്റുകൊടുത്തവരാണ് ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവും ചെമ്പ്രകാനം ബ്രാഞ്ച് സെക്രട്ടറിയുമെന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളുടെ പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലഘുലേഖയിൽ ആരോപിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വർഗ്ഗശത്രുക്കൾക്ക് വോട്ട് ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഈ വർഗ്ഗവഞ്ചകർക്ക് മടിയുണ്ടായില്ല. തിമിരിയിലെ കുലംകുത്തികളായ ഇരുവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ പാർട്ടി കുടുംബാംഗങ്ങളും പാർട്ടി സ്നേഹികളും അണിചേരണമെന്ന ആഹ്വാനത്തോടെയാണ് ലഘുലേഖ അവസാനിക്കുന്നത്. വാർഡ് 15 തിമിരിയിൽ UDF സ്ഥാനാർത്ഥി TV കുഞ്ഞികൃഷ്ണൻ 89 വോട്ടിന് അട്ടിമറി വിജയം സ്വന്തമാക്കിയിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി കോട്ടയിൽ പരാജയപ്പെട്ടതോടെ സോഷ്യൽ മീഡിയകളിൽ അത് വലിയ ചർച്ചയ്ക്ക് വഴിതെറുക്കുകയും ചെയ്തു. തിമിരിയിലെ ചർച്ചകളും പ്രശ്നങ്ങളും പാർട്ടിക്ക് തലവേദനയായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പടന്നക്കാട് ഗുരുവന്നൂർ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലോത്സവത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണത്തിന് തുടക്കമായി.
പടന്നക്കാട് ഗുരുവന്നൂർ ദുർഗാപരമേശ്വരി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം 2016 ഫെബ്രുവരി 5 മുതൽ 15 വരെ തീയതികളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനടുത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായുള്ള ഫണ്ട് സമാഹരണ ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ KV കമലാക്ഷിയിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ച് സംഘാടക സമിതി ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ നിർവഹിച്ചു. അതൊരു നല്ല തുടക്കമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മേലിലും ഇതുപോലുള്ള പരിപാടികളിൽ നിന്ന് സംബന്ധിക്കാൻ പറ്റാത്തവരുമെല്ലാം അവരുടെ പരമാവധി സഹകരണം തന്ന് ഈ സതുദ്യമം ഒരു വമ്പിച്ച വിജയമാക്കണമെന്ന് ഈശ്വരനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്രം പ്രസിഡന്റ് TV കർത്തകുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി പെരികമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, VV രാമചന്ദ്രൻ, NV പവിത്രൻ, VV ബാലൻ, K കൃഷ്ണൻ, M ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. നഗരസഭാ തലവന്മാർ അധികാരമേറ്റു. കരഘോഷങ്ങൾക്കിടയിൽ കാസർഗോഡ് ബി ഫാത്തിമ ഇബ്രാഹിം സത്യപ്രതിജ്ഞ ചെയ്തു. നികുതി വെട്ടിപ്പുകാർക്കെതിരെ നടപടിയെടുക്കാൻ മോദി സർക്കാരിനാവുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മോദി നിലകൊള്ളുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും VS. ഭരണതലപ്പത്ത് ബാപ്പയും മകളും, അപൂർവത പകർന്ന് ചെങ്കളയും ചമ്മനാടും. അപകടാവസ്ഥയിലായ വൈദ്യുതി തൂൺ മാറ്റി, ഭീതിയൊഴിഞ്ഞ് തുമിനാട്. KCN ഇംപാക്ട്. ഒരു മണ്ഡലകാലം കൂടി കടന്നെത്തി, ഇനി ശരണവിളിയുടെ നാളുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.